എനിക്ക് വേറൊരാൾ സപ്പോർട്ട് വേണ്ട എൻ്റെ പെർഫോം ചെയ്യാൻ. ഞാൻ ബോൾ തടുത്തിട്ടാൽ മാത്രം മതി. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും കാലം കളിക്കാൻ പറ്റിയതും ഇത്രയും നല്ലൊരു പെർഫോമൻസ് വന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി സംസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരുത്തരുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഏതറ്റം ബോൾ അടിച്ചാലും ഞാൻ പിടിക്കുന്നു. അത് എൻ്റെ കഴിവ് മാത്രമാണ്. അതിനകത്ത് വേറൊരാളുടെ ഇൻഫ്ലുവൻസോ വേറൊരാളുടെ സപ്പോർട്ടിൻ്റെയോ ആവശ്യത്തിന് ഉണ്ടായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ എന്നാലും വേറെ ടീം പ്ലെയർ ആണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവരില്ലാണ്ട് എനിക്ക് ഒരിക്കലും ജയിക്കാൻ പറ്റിയല്ല. അപ്പം എൻ്റെ ഡിഫൻസിനെ ഞാൻ ഡിഫൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എൻ്റെ മിഡ്ഫീൽഡ്സിനെ വിളിക്കണം, അവരെ കൊണ്ടുവരണം, അവരുടെ കൂടെ നിന്ന് അവരെൻ്റെ കൂടെ നിന്നാൽ മാത്രമാണ് എനിക്കൊരു കളി ജയിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ആ ഒരു കാര്യം കേരളത്തിലെ ഹോക്കിയുടെ അസോസിയേഷൻ ഇല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളെല്ലാവരും കേരളത്തിലെ അസോസിയേഷൻ്റെ പ്രശ്നമല്ല. കേരളത്തിലെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല അതിനകത്തേക്ക് നോക്കത്തുള്ളൂ. ഈ ഹോക്കി ഏകദേശം ഹോക്കി ഒരു സ്റ്റാൻഡേർഡ് ഗെയിമായിട്ട് വന്നത്, അല്ലെങ്കിൽ ഈ ആസ്ട്രോടർഫിലേക്ക് ഗെയിം വന്നത് ഏകദേശം 2000 വരെയാണ്, അല്ലെങ്കിൽ 2001 മുതലാണ് നാഷണൽസ് കൂടുതൽ. ഞാനൊക്കെ ആദ്യം നാഷണൽസ് കളിച്ചപ്പോൾ ചട്ടോട്ടി തന്നെ കളിച്ചത്, ഗ്രാസ് ഗ്രൗണ്ടിലാണ് കളിച്ചത്. അന്ന് എനിക്കൊന്ന് രമേശ് സാറൊക്കെ വന്നതിന് ശേഷം നമ്മൾ കോഴിക്കോട് ഒരു നാഷണൽസിൽ അണ്ടർ-17 അണ്ടർ-19 യെസ് സർ സെക്കൻഡ് വന്നു. അത് മാത്രമേ നമ്മുടെ പെർഫോമൻസ് ഉള്ളൂ. അപ്പം ചട്ട് ഗ്രൗണ്ടിലും നമ്മളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് പറയാനുള്ളത് അന്നും പറയാനുള്ളത് എൻ്റെ നമുക്ക് ആസ്ട്രോടർഫ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജയിക്കാത്തതെന്നാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ അസോസിയേഷൻ സ്പ്ലിറ്റ് ആവുന്നു. ഇപ്പം സ്റ്റേഡിയത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പം സീരിയസ് ടോപ്പിക്കാണ് പോട്ടെ. നിങ്ങൾ ഈ നാളെ ഒരു കോൺട്രവേഴ്സി ആക്കരുത് മീഡിയാസ്. എൻ്റെ ഒരു നാട്ടിൽ ഇപ്പോഴാണ് ഒരു സ്റ്റേഡിയത്തിന് ഒരു ചെറിയൊരു വോളിബോൾ സ്റ്റേഡിയമാണ്. അതിന്റെ ഇന്നലെയാണ് MLA അത് ക്ലിയർ ചെയ്തെന്ന് പറഞ്ഞ് ഒരു 30 ലക്ഷം രൂപ അനൗൺസ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് എനിക്കൊരു പുതിയ ഇത് കിട്ടുന്നത്. അതും 5-6 വർഷങ്ങളായിട്ട് എന്താ പറയുന്നത്, ഒരു വോളിബോൾ ഗ്രൗണ്ടാണ്, ചെറിയൊരു വോളിബോൾ ഗ്രൗണ്ട് മൾട്ടിപർപ്പസ് ഗ്രൗണ്ടാക്കി മാറുന്നത്. അത് ഏകദേശം 1 കോടി രൂപ പോലും വരില്ല. അപ്പോഴാണ് ചേട്ടൻ പറയുന്നത് 4 ആസ്ട്രോടർഫ് 40 കോടി രൂപയ്ക്ക് ഈ ഒരു ഹോക്കി ഗ്രൗണ്ട് പണിയണമെങ്കിൽ ഗ്രൗണ്ടിന്റെ സ്ഥലം, അതിന്റെ മെയിൻ്റെനൻസ്, അതിന്റെ ഹോസ്റ്റൽസ്, അതിന്റെ അക്കോമഡേഷൻസ്, ഇത് കേൾക്കുമ്പോൾ രസമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ കണ്ടപ്പോഴേക്കും തോന്നുന്നത്, കാരണം ഞാൻ PM-നെ കണ്ടിട്ടുണ്ട്, നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിനുള്ള ഗ്രൗണ്ട് ആര് കിട്ടും? ഗ്രൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഗ്രൗണ്ട് സ്ഥലം കിട്ടും, സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ എവിടെ കിട്ടും, അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാകുമോ? അപ്പം ഒത്തിരി നൂലാമാലകളുണ്ട്. അതിനുശേഷം ഞാനെന്ന് പറയുന്നൊരു വ്യക്തി ഹോക്കി കളിച്ച് വന്ന ഒരാളാണ്. എനിക്ക് അസോസിയേഷൻ്റെ ഒരു കാര്യമാണ് സത്യം പറയാം. അഡ്മിനിസ്ട്രേഷൻ വർക്ക് എന്താണെന്ന് പോലും അറിയാത്തൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ജൂനിയർ ടീമിന്റെ കോച്ചായിട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു. കാരണം ഹോക്കി എനിക്കറിയാം, ഹോക്കി എനിക്ക് പഠിപ്പിക്കാനറിയാം. പക്ഷേ അസോസിയേഷൻ റൺ ചെയ്യേണ്ടത് ഒരു പക്ഷേ നിങ്ങളായിരിക്കണം. ഞാനെന്ന് പറയുന്നൊരു വ്യക്തി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ചെയ്തു. അവിടെ ഒരു മെഡൽ ഇരിപ്പുണ്ട്, ഇതിനകത്ത് കണ്ടൊരു മെഡൽ ഇരിപ്പുണ്ട്, 2 മെഡൽ കൊണ്ടുവന്നു. ഇനി എന്നെ സെല്ല് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പക്ഷേ നിങ്ങളുടെ തോൽവിയായിരിക്കാം, അതില്ലെങ്കിൽ എൻ്റെ ഒരു തോൽവിയല്ല. ഇതിനകത്ത് അസോസിയേഷനിലിരിക്കുന്ന ആളുകൾ വേണം ഇതിനുവേണ്ടി ഒത്തുമണിക്കാൻ. അല്ലാതെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ സുനിൽ ഛേത്രിയോട് വന്നിട്ട് പറയണം, സുനിൽ ഛേത്രി ഇന്ത്യൻ ഫുട്ബോൾ നിന്റെ തലയിലാണ്, നീ തന്നെ ഫുട്ബോൾ നോക്കണമെന്ന് പറഞ്ഞ് നടക്കുകയല്ല. കാരണം പുള്ളിക്കാരൻ കഴിയാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റി വെച്ചാൽ കളിക്കുക, രാജ്യത്തിന് വേണ്ടി പേരെടുക്കുക. അത് ഞാൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേരളത്തിൽ നിന്നുകൊണ്ട് കേരളത്തിന് വേണ്ടി കളിച്ചു, കേരളത്തിന് വേണ്ടി മെഡൽ വന്നു. ഇനി കേരളത്തിൽ വന്ന് നീ തന്നെ ഹോക്കി. കാരണം ഈ ഗെയിമിന് വേണ്ടി ഞാൻ 24 വർഷം ചെലവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് നിൽക്കുന്നത്. അപ്പം ഈ ഗെയിമിനെ ഞാൻ സ്നേഹിച്ചത് കൊണ്ടാണ് ഞാൻ ആ ഗെയിമിനെ കളിച്ചു. ഇനി ആ സ്നേഹം കൊണ്ട് ഇതൊരു ഉത്തരവാദിത്തമാക്കി മാറ്റരുത് ഒരിക്കലും. അതിനോടുള്ള സ്നേഹം എപ്പോഴും ഉണ്ടാവും. അതിനുവേണ്ടി എന്തും ചെയ്യാൻ ഞാൻ കൂടെ ഉണ്ട്. പക്ഷെ ഞാൻ ഒറ്റയ്ക്കെടുത്ത പൊങ്ങുകയല്ല സത്യമായിട്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിനകത്തിരിക്കുന്ന വെച്ചേട്ടൻ അടക്കമുള്ളവർ ഇവിടെ എളുപ്പമുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല. ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഹോക്കി പൊക്കിക്കൊണ്ട് വന്ന് അല്ലെങ്കിൽ ആസ്ട്രോടർഫ് പണിയുക. നമ്മുടെ ഇത്രയും നാളായിട്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ആസ്ട്രോടർഫ് ഉള്ളത്? അത് ശ്രീജേഷ് വരാത്തത് കൊണ്ടൊന്നുമല്ല. ഒന്ന്, അതിന്റെ പുറകിൽ ആരും നടക്കുന്നതിന്. 2, ഈ ഗെയിം നമ്മുടെ നാട്ടിൽ പോപ്പുലർ അല്ല. അപ്പം ഇത് പറഞ്ഞൊരിക്കലും എന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. എനിക്കൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ ഒരു സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ എന്നെ 2 സ്റ്റെപ്പ് വലിക്കുന്നവരാണ് കൂടെയുള്ളെങ്കിൽ ഒരു പക്ഷേ എങ്ങോട്ടും പോകുന്നില്ല, ഹോക്കി ഇവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ.